ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച 1000 കിലോ വെടിമരുന്നും പടക്കങ്ങളും പോലീസ് പിടിച്ചെടുത്തു. 5 പേർ അറസ്റ്റിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. തൃശൂർ രൂപതയുടെ സഹായമെത്രാനുമായിരുന്നു മാർ റാഫേൽ തട്ടിൽ. 1989 മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച മാർ റാഫേൽ തട്ടിൽ 2010 തൃശൂർ സഹായമെത്രാനാകുന്നത്. നിലവിൽ ഷംഷാബാദ് രൂപതയുടെ ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ഇദ്ദേഹം. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തത്. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. വത്തിക്കാന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. തൃശൂരിന്റെ സ്വന്തം തട്ടിലച്ചൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായതിന്റെ സന്തോഷത്തിലാണ് മാതൃ ഇടവകയായ വ്യാകുല മാതാവിൻ ബസലിക. വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു പുരോഹിതനുണ്ടാവുകയും ആ പുരോഹിതൻ ഒരു മേജർ സെമിനാരി റെക്ടർ ആവുകയും ആ റെക്ടർ ഒരു സഹായമെത്രാനാവുകയും അതിനുശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഷംഷാബാദിൻ്റെ മെത്രാനാവുകയും ചെയ്തു. അതിലേറെ സന്തോഷമുണ്ട്. ഇന്ന് ഇപ്പോൾ TV-യിലാണ് നമ്മൾ ഈ വർത്തമാനം കേൾക്കുന്നത്. അതിലേറെ സന്തോഷം തോന്നി. സാധാരണക്കാരൻ്റെ കൂടെയാണ് ഈശ്വരൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇത്. ഓരോ ആഘോഷത്തിനും ഇടവകയിലേക്ക് ഓടിയെത്താറുണ്ട് മാർ തട്ടിൽ. നിറച്ചിരികളോടെ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന മാർ തട്ടിലിനെ തൃശൂർ പുഞ്ചിരി പിതാവെന്നാണ് വിളിക്കുന്നത്. തൃശൂർ രൂപതയുടെ സഹായമെത്രാനുമായിരുന്നു മാർ റാഫേൽ തട്ടിൽ. മീഡിയ ടൈം, കൊച്ചി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വോക്കി ടോക്കി കൊണ്ട് തലക്കടിയേറ്റ് പരിക്കേറ്റ കാർ യാത്രക്കാരനായ ചുവന്നുമണ്ണ് സ്വദേശി കാലായിൽ വീട്ടിൽ ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ഫാസ്ടാഗ് ഇല്ലാതിരുന്ന ഷിജുവിന്റെ കാർ മറ്റൊരു വാഹനത്തിന്റെ പുറകിലൂടെ ടോൾ ബൂത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവനക്കാർ ഡ്രമ്മുകൾ നിരത്തി കാർ തടയുകയായിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ ടോളിലെ 6 ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിജു പറഞ്ഞു. അമ്മയും ഭാര്യയും കാറിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ജീവനക്കാരുടെ ആക്രമണം. എറണാകുളത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന കുടുംബത്തെയാണ് തടഞ്ഞു നിർത്തി ടോൾ ജീവനക്കാർ ആക്രമിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ ഷിജു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതേസമയം ടോൾ നൽകാതെ കടന്നുപോയ കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെ കാർ യാത്രക്കാരൻ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായും ടോൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, പുതുക്കാട്. ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച 1000 കിലോ വെടിമരുന്നും പടക്കങ്ങളും പോലീസ് പിടിച്ചെടുത്തു. 5 പേർ അറസ്റ്റിലായി. നിർമ്മാണശാലയുടെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ചെറുതുരുത്തി പോലീസാണ് പരിശോധന നടത്തി വെടിമരുന്നുകളും പടക്കങ്ങളും പിടിച്ചെടുത്തത്. ദേശമംഗലം ഊരോളിക്കടവിലെ പടക്കശാലയിൽ നിന്നാണ് വെടിമരുന്നും പടക്കവും പിടിച്ചത്. പാലക്കാട് ഭാഗത്ത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പൂരത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്നതെന്നാണ് മൊഴി. OC ഉണ്ണികൃഷ്ണൻ, പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ, വിനോദ്, അബ്ദുൽ മുത്തലിബ് എന്നീ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിന്റെ ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനുശേഷം പുതുക്കി കൊടുത്തിരുന്നില്ല. എന്നാൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പടക്ക നിർമ്മാണശാല ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് പരിശോധന നടത്തി നടപടിയെടുത്തതെന്നും പോലീസ് പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ.
വിവാദങ്ങൾക്കിടെ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചു. 146 നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് PK ഡേവിസ് നിക്ഷേപ സമാഹരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ മുൻ ഭരണസമിതിക്കെതിരെ ED അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുന്നത്. കരിവന്നൂർ ബാങ്കിനെ പോലെ അഴിമതികൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി രംഗത്ത് വന്നിട്ടുള്ളത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ EDക്ക് പരാതി നൽകുകയും CPM സൈബർ ഇടങ്ങൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നിക്ഷേപകർ പണം തിരിച്ചെടുക്കാൻ കൂട്ടമായി എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി. ബാങ്കിൽ കരിവന്നൂർ മോഡൽ അഴിമതികൾ നടന്നു എന്ന് പറയുന്നത് വാസ്തവമല്ലെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും സെക്രട്ടറിയും വാർത്താക്കുറിപ്പ് ഇറക്കി. എന്നിട്ടും സംശയങ്ങൾ ബാക്കിയായതോടെയാണ് പാർട്ടി നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചത്. 100 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ദേശിച്ചതെങ്കിലും 146 പേരിൽ നിന്ന് ഡെപ്പോസിറ്റ് ലഭിച്ചു എന്നത് നേട്ടമായി ഭരണസമിതി കരുതുന്നു. തോമസ് കോലംകണ്ണി, KK ചന്ദ്രശേഖരൻ, ബാഷിം മണപ്പറമ്പിൽ തുടങ്ങിയവരിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഭരണസമിതി അംഗം ജിജോ പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ TS സജീവൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് എന്നിവരും സംസാരിച്ചു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ പട്ടികജാതിക്കാരിയായ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമ ഗംഗാധരനെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചെട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ് നിവാസിൽ ആദർശ് ദാസിന്റെ ഭാര്യയുമായ മോനിഷയുടെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. താലൂക്ക് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ മോനിഷയ്ക്ക് വിട്ടുമാറാത്ത വയറുവേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടിരുന്നു. സിസേറിയനിടയിൽ ഉണ്ടായ പിഴവാണ് തന്റെ അസുഖത്തിന് കാരണമെന്നും തുടർ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തനിക്ക് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നുമാണ് മോനിഷയുടെ പരാതി. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ വയറ്റിൽ രക്തം കട്ടപിടിച്ച് പഴുപ്പായിട്ടുണ്ടെന്നും നൂലുപോലെ വസ്തു വയറ്റിലുണ്ടെന്നും കണ്ടെത്തുകയും തുടർന്ന് അവിടെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ, ലാലൂർ, അരണാട്ടുകര, എൽത്തുരുത്ത് മേഖലകളിലെ 90 ഏക്കറോളം വരുന്ന മണിനാടൻ കോൾപ്പടവിൽ ജലസേചനം പ്രതിസന്ധിയിൽ. 2 ദിവസമായി കോൾച്ചാലിലും മോട്ടോർ ഷെഡിനടുത്തും വെള്ളം കറുത്ത നിറത്തിലാണ്. ഇത് കൃഷിക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല സമീപത്തെ വീടുകളിലെ കുടിവെള്ള സ്രോതസ്സും ഭീഷണിയിലാണ്. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിനടുത്താണ് മോട്ടോർ ഷെഡുള്ളത്. KLDC കനാൽ, ജോൺ മത്തായി സെന്റർ, കടവാരം വഴി വരുന്ന കരിമ്പനക്കടച്ചാലിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയ്ക്ക് ശേഷമാണ് കറുത്ത വെള്ളം വരുന്നത്. ഇത് പമ്പ് ചെയ്യുമ്പോൾ കോളിലെ മത്സ്യങ്ങളും ചാവുന്നുണ്ടെന്ന് മണിനാടൻ പടവ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 3 വർഷം മുമ്പും സമാനമായ അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് കളക്ടറെ കണ്ടപ്പോൾ തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെയും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി ഹാജരായില്ല. ശക്തൻ സ്റ്റാൻഡ് പരിസരത്തെ അഴുക്കുചാലുകളിലെയും പരിസരത്തെ ചില വൻകിട ആശുപത്രികളിൽ നിന്നും പുറന്തള്ളുന്നതുമായ വെള്ളമാണ് ഒഴുകിയെത്തുന്നതെന്ന് അന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ആശുപത്രികൾക്ക് അന്ന് നോട്ടീസ് നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അന്ന് കോട്ടന്നൂർ പടവും ബാധിക്കപ്പെട്ടിരുന്നു. നവംബർ 24-നാണ് മണിനാടൻ പടവിൽ ഉമാവിത്ത് വിതച്ചത്. 1.5 ആഴ്ച കഴിഞ്ഞാൽ 2ാം വളപ്രയോഗത്തിനുള്ള സമയമാണ്. ഈ വെള്ളം ആശ്രയിച്ച് വളപ്രയോഗം ഉൾപ്പെടെ കാർഷിക പ്രവൃത്തികൾ ചെയ്യാനാവില്ല. P. ബാലചന്ദ്രൻ MLAയെയും കൃഷി ഓഫീസറെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. മോതിരക്കണ്ണി പീലാർമുഴിയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. കഴിഞ്ഞ ദിവസവും പീലാർമുഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി. തെങ്ങ്, റബ്ബർ, മറ്റ് മരങ്ങളും അതിർത്തി വേലികളും കാർഷികാവശ്യത്തിനുള്ള കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചു. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പീലാർമുഴി ലില്ലി ആഗസ്റ്റിയുടെ കൃഷിയിടത്തിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വനപാലകർ ഈ മേഖലയിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല.
വനപാലകരെ വിവരങ്ങൾ അറിയിച്ചുവെങ്കിലും വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതിനാൽ ആവശ്യമായ നടപടികൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമുഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണ്. ഫെൻസിംഗ് മെയിൻ്റനൻസിന് വേണ്ടത്ര ഫണ്ടില്ലാത്തതും പ്രശ്നത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കർഷകർ തന്നെ കൃഷിയിടത്തെ സംരക്ഷിക്കുവാൻ ഫെൻസിംഗ് നിർമ്മിക്കേണ്ട അവസ്ഥയിലാണ്. മലയോര മേഖലയിലെ കർഷകരുടെ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെ കോടശ്ശേരി പഞ്ചായത്തിൽ വികസന സെമിനാർ ചേരാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. കോടശ്ശേരി പഞ്ചായത്ത് പ്രതിപക്ഷമാണ് ഭരണപക്ഷ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെ കോടശ്ശേരി പഞ്ചായത്തിലെ വികസന സെമിനാർ വെള്ളിയാഴ്ച ചേരാനുള്ള ഭരണപക്ഷ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോന്നു. LDF അംഗങ്ങളെ ഒഴിവാക്കാനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെയുമാണ് വെള്ളിയാഴ്ച വികസന സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. നവംബർ 9-നാണ് അവസാനമായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ ലീഡർ EA ജയതിലകൻ അധ്യക്ഷനായി. TR ബാബു, PC നിഖിൽ, VJ വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേർ പിടിയിലായി. കാടുകുറ്റി അന്നനാട് സ്വദേശി ചെട്ടിത്തോടൻ വീട്ടിൽ സാൽവിൻ പൗലോസിനെ മർദ്ദിച്ച് 60,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അങ്കമാലി മൂക്കന്നൂർ കോക്കുന്നു നെടുവേലി വീട്ടിൽ നിതിൻ, മേലൂർ കൂവക്കാട്ടുകുന്ന് നെടുമ്പുള്ളി യദു, മംഗലപുരം കാശിപ്പെട്ട് വടക്കുംചേരി വിപിൻ എന്നിവരെയാണ് കൊരട്ടി SHO BK അരുണും സംഘവും ചേർന്ന് പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതി മേലൂർ കൂവക്കാട്ടുകുന്നിൽ മുക്കിൽ ബിജുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. കാടുകുറ്റി അന്നനാട് സ്വദേശി ചെട്ടിത്തോടൻ വീട്ടിൽ സാൽവിൻ പൗലോസിനെ മർദ്ദിച്ച് 60,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സാൽവിന്റെ വാടകയ്ക്ക് കൊണ്ടുപോയ 6 കാറുകൾ കിട്ടാതെ വന്നപ്പോൾ അത് തിരിച്ചു പിടിക്കുവാൻ മുക്കിൽ ബിജുവിന് സാൽവിൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു. 3 കാറുകൾ പിടിച്ചു കൊടുത്തിട്ടും സാൽവിൻ പറഞ്ഞ തുക നൽകാതെ വന്നപ്പോൾ സാൽവിനെ ബിജുവും സംഘവും മുരിങ്ങൂരിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് ഗൂഗിൾ പേ വഴി 60,000 രൂപ വാങ്ങിയതായിട്ടാണ് കേസ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SIമാരായ ഷിഹാബ് കുട്ടശ്ശേരി, ബിന്ദുലാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് KM, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കുമാർ, ജിബിൻ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മീഡിയ ടൈം, ചാലക്കുടി. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി 20-ന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് 3-ന് നടക്കും. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി 20-ന് നടക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലും കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാനിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായിരിക്കും. KRLCBC പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വചനപ്രഘോഷണം നടത്തും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾ ദോ ജിറലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിലെ നിരവധി മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരാകും. ആയിരങ്ങൾ പങ്കെടുക്കും. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിക്കും. സീറോ മലബാർ സഭയിലെ മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. മെത്രാഭിഷേകത്തിനുള്ള ഗായക സംഘത്തെ സംഗീത സംവിധായകൻ ജെറി അമൽദേവും ഫാദർ വില്യം നെല്ലിക്കലുമാണ് നയിക്കുന്നത്. വിവിധ ഇടവകളിൽ നിന്നായി 100-ലധികം പേരാണ് ഗായക സംഘത്തിലുള്ളത്.
കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന് മുൻപിൽ ഒരുക്കുന്ന വിശാലമായ പന്തലിലാണ് മെത്രാഭിഷേക കർമ്മങ്ങൾ നടക്കുക. പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ, ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ജോയിന്റ് ജനറൽ കൺവീനർ PJ തോമസ്, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി ചെയർമാൻ ഫാദർ റോക്കി റോബി കളത്തിൽ, പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ VM ചോണി എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ഓടക്കുഴൽ അവാർഡിന് കവി PN ഗോപികൃഷ്ണൻ അർഹനായി. അദ്ദേഹത്തിന്റെ മാംസഭോജി എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. മഹാകവി ജിയുടെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 2 പുരസ്കാരം സമ്മാനിക്കും. എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ G ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അധ്യക്ഷ ഡോക്ടർ M ലീലാവതിയാണ് അവാർഡ് സമ്മാനിക്കുക. 2023 ഓടക്കുഴൽ അവാർഡാണ് PN ഗോപികൃഷ്ണന് ലഭിക്കുക. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. PN ഗോപികൃഷ്ണൻ കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരത്ത് PK നാരായണന്റെയും VS സരസ്വതിയുടെയും മകനാണ്. പഴയന്നൂരിൽ ബസ് യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും പേഴ്സ് കവർന്നു. ബസ്സിൽ നിന്നും പുറത്തിറങ്ങുന്ന യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും പേഴ്സ് കവരുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ ക്യാമറയിൽ നിന്നും ലഭിച്ചു. ഇന്ന് രാവിലെ അലത്തൂർ പഴയന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മേഖലയിൽ വ്യാപകമായി ബസ്സുകളിൽ മോഷണം നടന്നിരുന്നു. മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. പ്രശസ്ത മിമിക്രി കലാകാരൻ കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് VJ തോമസിന് ഉപഹാരം സമർപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, അനിൽ ജോൺ, രാധാകൃഷ്ണൻ പാഴൂർ, TN പ്രകാശൻ, ലേഖ KS എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രമുഖ സംരംഭക സാങ്കേതിക വൈജ്ഞാനിക പ്രൊമോട്ടേഴ്സായ ടാൽറോപ്പിന്റെ പുതിയ ടെക്കീസ് പാർക്ക് മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ വന്നു. പദ്ധതിയുടെ പ്രഖ്യാപനവും MOU ഉടമ്പടി ഒപ്പുവെക്കലും ഹോളിഗ്രേസ് ചെയർമാൻ സാനി എടാട്ടുകാരനും ടാൽറോപ്പ് CEO സഫീർ നജുബുദ്ദീനും ചേർന്ന് നിർവഹിച്ചു. അപ്പോൾ ടെക്കീസ് പാർക്ക് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഒരു അസംബ്ലി കോൺസ്റ്റൻസി. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ടാൽറോപ്പ് പറയുന്ന ആശയത്തെ എത്തിക്കാനുള്ള നമ്മുടെ ഒരു ഇൻഡസ്ട്രിയാണ്, നമ്മുടെ ഒരു സ്പേസാണ് ടെക്കീസ് പാർക്ക്. അതുകൊണ്ടാണ് ടെക്കീസ് പാർക്ക് നമ്മൾ കൺവേ ചെയ്യുമ്പോൾ പല ക്യാമ്പസിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തതിൻ്റെ റീസൺ. ടെക്കീസ് പാർക്ക് ഡിസ്കഷൻസ് വരുമ്പോൾ അവർ ചോദിക്കുന്നത്, ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് ടെക്കീസ് പാർക്കിനോട് ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ടെക്കീസ് പാർക്ക് ഈസ് നോട്ട് എൻ അക്കാഡമിക് പ്രോഗ്രാം. ടെക്കീസ് പാർക്ക് ഒരു അക്കാഡമിക് പ്രോഗ്രാമേ അല്ല. നമ്മൾ പറയുന്നതാണ് ഇൻഡസ്ട്രിയും അക്കാഡമിക്കും തമ്മിലൊരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഇത് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രി എവിടേക്ക് വരണം? ഹോളിഗ്രേസിലേക്ക് വരണം. ഇൻഡസ്ട്രി ആയിരിക്കണം വരേണ്ടത്. ഇനി ഒരു അക്കാഡമിക് പ്രോഗ്രാമിനോട് വേണ്ട. കാര്യം ഞാനിപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെ എന്തുണ്ട്, ഹോളിഗ്രേസിൽ ഇല്ലാത്തൊരു അക്കാഡമിക് പ്രോഗ്രാം ഇല്ല. ഹോളിഗ്രേസിൽ എല്ലാ അക്കാഡമിക് പ്രോഗ്രാമും ഉണ്ട്. 3 ഘട്ടങ്ങളിലായി സമഗ്രമായ മാറ്റങ്ങൾ വിഭാവനം ചെയ്യുന്നതാണ് ഉടമ്പടി. ഹോളിഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ചന്ദ്രകാന്ത, ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, ജോസ് കണ്ണമ്പിള്ളി, വക്കച്ചൻ, ഡോക്ടർ സുബ്രഹ്മണ്യൻ, ഡോക്ടർ പ്രിയംബദ സാരംഗി എന്നിവർ സംബന്ധിച്ചു. അഴിക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. അഴിക്കോട് മുനമ്പം പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. അഴിക്കോട് ജെട്ടിയിൽ തന്നെയാണ് കടത്തുബോട്ട് സർവീസിനായി താൽക്കാലിക പ്ലാറ്റ്ഫോമും നടപ്പാലവും നിർമ്മിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും അർബൻ ബാങ്ക് ജീവനക്കാർ പ്രതിഷേധ സമര പരിപാടികൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തൃശൂരിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അവകാശ ദിനാചരണം നടത്തി. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് കെ ജോയ് അധ്യക്ഷത വഹിച്ചു. KV കുട്ടപ്പൻ, EJ ജോബി, ബാബു ജോസഫ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, സൻസോ സണ്ണി എന്നിവർ പ്രസംഗിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക പൊതുയോഗം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KY അസീസ് അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ ദീർഘകാല സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ AP ലാലി, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് വിഭാഗം അധ്യാപിക ജോളി TT, LP അധ്യാപകരായ വിമല മാനുവൽ, സുലേഖ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ കോട്ടപ്പുറം നിയുക്ത രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. കേരള ശുചിത്വ മിഷന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും ഓഫീസേഴ്സ് ദേവസ്വത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ഓഫീസ് സന്ദർശിച്ചു. ദേവസ്വത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞു. യോഗത്തിൽ നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. 2024 ഏപ്രിൽ 21 തുടങ്ങുന്ന ഉത്സവത്തിന് മുമ്പായി തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാൻ യോഗം തീരുമാനിച്ചു. ജലജീവൻ മിഷൻ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് തല പ്രവൃത്തി നിർമ്മാണങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മതിയത്തുകുന്ന് ഉല്ലാസ് നഗർ റോഡ് കണ്ണിക്കുളങ്ങരയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ VS അരുൺ രാജ് അധ്യക്ഷത വഹിച്ചു. ജലനിധി സെക്രട്ടറി TS ഷാജി, പ്ലാൻ ഓഫീസർ അനീഷ, VA നദീർ, കോൺട്രാക്ടർ രാധാകൃഷ്ണൻ, സുരേഷ് ചേറാട്ട് എന്നിവർ സംസാരിച്ചു. SLEC പ്രതിനിധികൾ, ജലജീവൻ മിഷൻ, ജലനിധി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 82ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MP രാജീവ് അധ്യക്ഷത വഹിച്ചു. കലാഭവൻ ആൻഡോ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉപഹാര സമർപ്പണം നടത്തി. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ്, പ്രിൻസിപ്പൽ TJ ലൈസൺ, AC ജോൺസൺ, ലൗലി ജോർജ്, CS ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. കൊരട്ടി ആറ്റപ്പാടം പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആറാട്ടുത്സവത്തിന് തന്ത്രി ഡോക്ടർ NP ഷാജു, മേൽശാന്തി VK സുധീർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തി. കട്ടപ്പുറം മുക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കൊടിയും കൊടിക്കുറയും എഴുന്നള്ളിപ്പ് നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച 1000 കിലോ വെടിമരുന്നും പടക്കങ്ങളും പോലീസ് പിടിച്ചെടുത്തു. 5 പേർ അറസ്റ്റിൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.